അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചുള്ളതാണ്. ആക്ച്വലി ഗൈസ് ഞാനൊരു 5 ഇയേഴ്സ് മോർ ദാൻ 5 ഇയേഴ്സ് ആയിട്ടുണ്ട് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഫസ്റ്റിലെ തന്നെ പറയട്ടെ, ഭയങ്കര കംഫർട്ടബിളാണ്. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം, അത്രയ്ക്കും കംഫർട്ടബിളാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇത് പുതുതായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ആക്ച്വലി ഒരു മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 10 വർഷം വരെ യൂസ് ചെയ്യാം. ആ ഒരൊറ്റ കപ്പ് 10 വർഷം നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ റേറ്റ് വരുന്നത് 240 or 250 സംതിങ് ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഭയങ്കര യൂസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്ന, അതായത് ജോലിക്ക് പോകാത്ത വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും ഒക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സത്യമായിട്ട് നമ്മൾ പിന്നെ പാടി യൂസ് ചെയ്യത്തില്ല, അത്രയും കംഫർട്ടബിളാണ്. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അപ് ടു 8 hours പ്രൊട്ടക്ഷൻ. കറക്റ്റാണ് കേട്ടോ. നമുക്കൊരു 8 മണിക്കൂർ വരെയൊക്കെ നമുക്ക് ഒരു വൺ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ 8 മണിക്കൂറത്തേക്ക് ഒരുപാട് ബ്ലീഡിംഗ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 8 മണിക്കൂറൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഇങ്ങനെയാണ് ഈ ഒരു പാക്കേജിൽ വരുന്നത്. ഇത് അതിൻ്റെ കവറാണ് കേട്ടോ. നമുക്ക് പിന്നീട് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് ഇതിലിട്ടിട്ട് നമ്മൾ ഈ ഒരു ബോക്സിലിട്ട് വെക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് ഈ ഒരു കപ്പ്. ഇത് മീഡിയം സൈസാണ് കേട്ടോ. ആക്ച്വലി 30 ഇയേഴ്സ് എബോവ് ഉള്ളവർക്ക് ലാർജാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ലാർജ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫ്ലോ ഉള്ളവർക്കാണ് നല്ലത്, അല്ലാത്തവർക്ക് മീഡിയം തന്നെയാണ് കേട്ടോ നല്ലത്. കാര്യം മീഡിയമാണ് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ആദ്യം തൊട്ട് തന്നെ ഒരു മീഡിയം സൈസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സെയിം ഇതേപോലെ തന്നെ സെയിം ഒരു കപ്പാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതിനകത്ത് ഇതേ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. ഈ മാനുവലിനകത്ത് വളരെ കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഫോൾഡ് ചെയ്യേണ്ടത്, എങ്ങനെ ഫോൾഡ് ചെയ്താണ് അത് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഡൗട്ടും ഉണ്ടാവത്തില്ല. ഇത് ഇവിടെ പിക്ചർ വൈസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സി ഫോൾഡ് ഇങ്ങനെ മടക്കി ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പഞ്ച് ഡൗൺ ഫോൾഡ് ഈ ഒരു ടൈപ്പിൽ മടക്കി ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 7 പോലെ വന്നിട്ട് അങ്ങനെ മടക്കി വേണമെങ്കിലും നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ അതിനകത്ത് വളരെ കൃത്യമായിട്ട് അവർ എന്തൊക്കെയാണിത് ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൈ എപ്പോഴും നീറ്റായിരിക്കണം. നമ്മളിത് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്യണം, എടുക്കുന്ന സമയത്തും വാഷ് ചെയ്യണം. പിന്നെ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എടുത്ത് കംഫർട്ടബിളായിട്ട് നമ്മൾ വെക്കുക. പിന്നെ 8 മണിക്കൂറാണ് അവർ റെക്കമെൻഡഡ് ടൈമിങ് പറയുന്നത്. 8 മണിക്കൂറിനുള്ളിൽ നമ്മളത് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണമെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വെക്കുമ്പോൾ നമ്മൾ പീരിയഡ്സ് ആണെന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകും കേട്ടോ. കാര്യം നമ്മൾ നോർമലി പാഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാമല്ലോ, നമ്മൾ യൂറിൻ പാസ് ചെയ്യാനൊക്കെ പോകുമ്പോൾ നമ്മൾ ബ്ലീഡിങ് കാണാം, പാഡിൽ നമുക്ക് കാണാം, വിസിബിളാണ്. പക്ഷേ ഈ ഒരു കപ്പ് യൂസ് ചെയ്യുമ്പം നമ്മൾ പീരിയഡ്സ് ആണെന്ന് നമുക്ക് അറിയത്തേ ഇല്ല കേട്ടോ. നമ്മൾ എന്താ പറയുന്നത്, നമുക്ക് ആ ഒരു പീരിയഡ്സിൻ്റെ യാതൊരു ഫീലിങ്ങും ഉണ്ടാവത്തില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോവും. ഞാനും അങ്ങനെ 1-2 വട്ടമൊക്കെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻ കേസ് അങ്ങനെ മറന്നു പോവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആ ഒരു 8 hours കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതെടുത്ത് ക്ലീൻ ചെയ്യുക തന്നെ വേണം. ക്ലീൻ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് വല്ല പനിയോ മറ്റോ വരുവാണെങ്കിൽ മെഡിക്കൽ അഡ്വൈസ് തേടണം എന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതൊരു 8 to 10 hours നമുക്ക് സത്യമായിട്ടും സൂപ്പറായിട്ടും സേഫായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഒരുപാട് ഫ്ലോ ഇല്ലെന്നുണ്ടെങ്കിൽ 8 to 10 hours നല്ല സ്മൂത്തായിട്ട് പോകും. പിന്നെ നമ്മുടെ ഫ്ലോ അനുസരിച്ചിട്ട് എത്രയാണോ നമ്മുടെ ആ ഒരു ടൈം ഗ്യാപ്പ് ഉള്ളതെന്നുള്ള കുറച്ച് പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര സമയം കഴിയുമ്പോൾ അത് ഫില്ലാവുമോ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചെടുത്ത് മാറ്റി കൊടുക്കുക. അത്രയൊക്കെയാണ് മെയിനായിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. പിന്നെ അതിൻ്റെ സൈസിൻ്റെ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. സൈസ് വരുമ്പോൾ സ്മോൾ, അതായത് ടീനേജേഴ്സിന് ബിലോ 80 ഇയേഴ്സിന് അപ് ടു 15 ml ഒക്കെയാണ് ആ ഒരു ബ്ലീഡിങ്ങിൻ്റെ ഫ്ലോ വരുന്നതെന്നുണ്ടെങ്കിൽ അത് സ്മോളാണ് അവർ പറയുന്നത്. മീഡിയത്തിന് 80+ ആയിട്ടുള്ള ആൾക്കാർക്ക് മീഡിയമാണ് പറയുന്നത്. 30+ന് അവർ ലാർജുമാണ് പറയുന്നത്. ഞാൻ 30+ ആണ്, പക്ഷേ ഞാൻ മീഡിയമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് മീഡിയം യൂസ് ചെയ്യുമ്പോഴാണ് കംഫർട്ടബിൾ. ബിക്കോസ് എൻ്റെ ഒരു ഫ്രണ്ട്
ആദ്യം ലാർജാണ് സൈസ് വാങ്ങിയത്. അപ്പോൾ അവളത് യൂസ് ചെയ്തിട്ട് പറഞ്ഞു അതൊട്ടും കംഫർട്ടബിൾ അല്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അത് മാറ്റി, അതായത് അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അവൾക്ക് അത്രയും വണ്ണമുള്ള ആളായിട്ട് കൂടി അവൾക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു ലാർജ് വാങ്ങിയപ്പോൾ. അതുകൊണ്ട് അവൾ അത് ലാർജ് മാറ്റി മീഡിയം യൂസ് ചെയ്യാൻ തുടങ്ങി. മീഡിയം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം ഭയങ്കര കംഫർട്ടബിളായി. അപ്പോൾ അവളാണ് എന്നോട് പറഞ്ഞത്, ഞാനന്ന് വാങ്ങിയിട്ടില്ലായിരുന്നു, ഒരു 5 വർഷത്തിന് മുമ്പാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരേ ഒരു തവണയെ പാടി യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോഴത്തേക്കിനും ഈ ഒരു കപ്പ് കൊണ്ടുപോകാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഡേറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ടൈം ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് എടുത്തുമില്ല. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞപ്പം വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. പെട്ടെന്ന് ഇതൊരെണ്ണം മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് പാഡാണ് യൂസ് ചെയ്തത്. അന്നാണ് സത്യത്തിൽ എനിക്ക് മനസ്സിലായത് എത്ര കംഫർട്ടബിളാണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിനൊക്കെ ഉണ്ടല്ലോ, ആ ഒരു നമ്മുടെ വയറ്റിൽ അനുഭവപ്പെടുന്ന പെയിന്, ആ ഒരു എന്താ പറയുന്നത് ബ്ലീഡ് ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, അതൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഒരു എന്താ പറയുന്നത്, ഒരു തലവേദന അല്ലെങ്കിൽ ഒരു കാലുവേദന അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് അല്ലാതെ വയറ്റിലൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ കൺട്രോൾഡ് ആണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഒരു കപ്പ് വെക്കുമ്പോൾ നമുക്കങ്ങനെ ഒരു വലിയൊരു പീരിയഡ്സിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യാറില്ല. അപ്പോൾ സത്യമായിട്ടും ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യും. അത്രയും കംഫർട്ടബിളാണ്. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന ലേഡീസ് ഉറപ്പായിട്ടും കൊണ്ടുപോകണം. കുട്ടികളാണെങ്കിലും ശരി, ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് പഠിച്ചാൽ മാത്രം മതി, നമുക്ക് അത്രയും കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് കണ്ടില്ലേ, ഇത് സിലിക്കോൺ മെറ്റീരിയലാണ്. ഒരു ചെറിയ ഹോളുണ്ട് കേട്ടോ ഇവിടെ. ഇത് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പം നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഹോട്ട് വാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിടുവാണെങ്കിൽ, ഇത് തിളപ്പിക്കുകയൊന്നും വേണ്ട, ചൂടുവെള്ളത്തിൽ തിളപ്പിക്കുകയൊന്നും വേണ്ട, പക്ഷേ ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. ഇപ്പം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടില്ലാത്ത സമയമായതുകൊണ്ട് ഒത്തിരി ഒരു കട്ടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നമുക്ക് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് മടക്കിയിട്ട് ഇൻസർട്ട് ചെയ്യാം. ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ 7, ഈ ഒരു മെത്തേഡിൽ കയറ്റിയിട്ട് ഇൻസർട്ട് ചെയ്യാം. പിന്നെ അവർ കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനാണെന്ന്. കൃത്യമായിട്ട് എനിക്ക് അത് പിക്ചർ കണ്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കൃത്യമായിട്ട് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് ആ ഒരു പടത്തിൽ കണ്ടില്ലേ. പിന്നെ ഈ പഞ്ച് ഡൗൺ എന്നുള്ള ഫോൾഡ്, അത് ആക്ച്വലി എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു മടങ്ങുന്നത്, ആ ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. മീൻസ് പിക്ചർ ക്ലിയർ അല്ല. ഇത് രണ്ടും ക്ലിയർ ആണ്. ഈ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ മടക്കി നമ്മൾ ഞാൻ ഇങ്ങനെ മടക്കി നമ്മൾ ഇൻസർട്ട് ചെയ്താലും ഇത് മുകളിലോട്ട് ആ ഒരു ഇൻസർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇത് ഇങ്ങനെ അങ്ങ് ആയിക്കോളും. ഇത് കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇൻസർട്ട് ചെയ്തിട്ട് നമ്മൾ താഴെ ഇതിങ്ങനെ മേളിൽ കയറിപ്പോയി താഴെ പിടിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓപ്പൺ ആവും. അപ്പോൾ ആ കറക്റ്റ് ബ്ലഡ് ഇതിനകത്ത് തന്നെ വന്ന് വീണോളും. നമുക്കിത് ഊരിയെടുക്കാനാണെങ്കിൽ ഇതിൻ്റെ ഈ ടെയിൽ കണ്ടില്ലേ, ഈ ഒരു ടെയിലിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ താത്തിങ്ങനെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ബ്ലഡ് ഒട്ടും താഴെ പോവാണ്ട് നമുക്ക് കിട്ടും. എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ പ്രസ് ചെയ്യരുത്, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുക്കാൻ നോക്കരുത്. അപ്പോൾ അത് ഉറപ്പായിട്ടും അത് താഴെ പോവും. എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഈ ഒരു ടെയിലിൽ പിടിച്ചിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങ് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇത് ബ്ലഡൊന്നും പുറത്തു പോവാണ്ട് കിട്ടും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയാം കേട്ടോ, ഇത് യൂസ് ചെയ്തിട്ടില്ലാത്ത എല്ലാ ലേഡീസും യൂസ് ചെയ്യണം. കാര്യം എക്കണോമിക്കലി ആണെങ്കിൽ പോലും ഇത് ഇത്ര രൂപയെ വരുന്നുള്ളൂ. 249-59 അത്രയും എങ്ങാണ്ടേ വരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ പ്രൈസ്. നമുക്കൊരു 10 വർഷത്തേക്ക് നമ്മൾ വാങ്ങണ്ട. ഞാനിപ്പം വാങ്ങിയത് ഒരു 5 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ ഇതിനെയും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ബാഗ് കഴിഞ്ഞ പ്രാവശ്യം മറന്നുപോയില്ലേ, അപ്പോൾ ഇനി മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ബാഗിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ സാധനം.
ഒന്ന് വീട്ടിലും വെക്കാം, ഒന്ന് ബാഗിലും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 എണ്ണം വാങ്ങുന്നത് കൊണ്ടും നഷ്ടമില്ല. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഫുൾ സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് തന്നെ കണ്ടില്ലേ, ഇവരുടെ ഈ ഒരു കമ്പനി തന്നെ മെൻസ്ട്രൽ കപ്പ് വാഷ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അത്. ഇത് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഓർഡർ സ്മെല്ലൊക്കെ മാറി കിട്ടും. പിന്നെ ആ ഒരു ക്ലീൻ സിലിക്കോൺ റിമൂവ്സ് ഓർഡർ സേഫ് ഫോർ സ്കിൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വാങ്ങുന്നത്. ഇതും പ്രോഡക്റ്റിൻ്റെ പ്രൈസും 249 ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങുമ്പോൾ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കൃത്യമായിട്ട് എന്തായാലും ഇതിലും കുറവായിരിക്കും. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഷെയർ ചെയ്യാം. പിന്നെ ഇവരുടെ മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസർ ഉണ്ട്, മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസിങ് കണ്ടെയ്നറും ഉണ്ട് കേട്ടോ. ഇത് മൈക്രോവേവബിൾ ആണ്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഈ ഒരു ബ്രാൻഡിനുള്ളത്. സിറോണ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിനുള്ളത് ഈ 3 പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഗൈസ്, കുറേ നാളുകളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടണമെന്നുള്ളത്. അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കേട്ടോ, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട്. ഒരുപാട് പേര് പേടിച്ചിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നുണ്ട്. ഞാൻ പറയുകയാണ്, ഒന്നും പേടിക്കണ്ട, അത്രയും കംഫർട്ടബിളാണ്. വൺസ് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.